ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഗെത്സമന തോട്ടം മാത്രമായിട്ടൊരു വീഡിയോ കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ യെരുശലേം മലയിൽ നിന്നുള്ള ഒലിവ് മലയിലേക്കുള്ള യാത്രക്കിടയിൽ എനിക്ക് വളരെ നന്നായിട്ട് അത് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഗെത്സമന തോട്ടം മാത്രമായിട്ട് കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്, വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് ഗെത്സമന തോട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഞാനിത് പുറത്തു നിന്ന് നിങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, അനേകം ടൂറിസ്റ്റുകൾ വന്നു പോകുന്നു. 5 മണി വരെ ഇതിനകത്ത് പെർമിഷൻ ഉള്ളൂ. സമയം ഇപ്പൊ 4:30 അപ്പൊ ഞാനിനി അകത്ത് കടന്നു ചെന്നിട്ട് ഈ ഗെത്സമന തോട്ടത്തിന്റെ മുഴുവനായിട്ടും കവർ ചെയ്ത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഞാനിപ്പം ഗെത്സമന തോട്ടത്തിനകത്തേക്ക് കടന്നു. ഈ കാണുന്നതാണ് ഗെത്സമന തോട്ടം എന്ന് പറയുന്നത്. ഒലിവ് മരങ്ങളുള്ള ഈ കാണുന്ന തോട്ടത്തിനെയാണ് ഗെത്സമന തോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഓരോരുത്തരും വളരെ ആകാംക്ഷയോടുകൂടി ഈ തോട്ടം കാണാൻ ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പം വളരെ മനോഹാരിതയേറിയ ഒരു സ്ഥലമാണ്. ഈ കാണുന്ന വൃക്ഷങ്ങളാണ് ഒലിവ് വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം യേശുക്രിസ്തു വ്യക്തിപരമായ തന്റെ പ്രാർത്ഥനകളിൽ പല സമയവും വന്ന് ചെലവഴിച്ചിട്ടുള്ളത് ഈ ഗെത്സമന തോട്ടത്തിലാണ്. കാരണം വളരെ പീസ്ഫുൾ ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ തോട്ടത്തിലുള്ളത് കൊണ്ടാണ് യേശുക്രിസ്തു തന്നെ ഈ തോട്ടം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത് തന്നെ. അപ്പം നിങ്ങൾക്ക് ഈ തോട്ടത്തിൻ്റെതായ ഒരു നല്ലൊരു പിക്ചർ ഒരിക്കൽ കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ തോട്ടം കാണുമ്പോൾ നേരിട്ട് കണ്ടൊരു അനുഭൂതി ഉണ്ടാകാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വളരെ സ്ലോയിൽ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം പലരും കമന്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റിന്റെ ക്യാമറ നന്നായിട്ട് ഓടി പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, ഇതാണ് ഗെത്സമന തോട്ടം എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഇതൊക്കെ ഒത്തിരി വർഷത്തെ പഴക്കമുണ്ട് ഈ തോട്ടത്തിന്. യേശുക്രിസ്തു ഇവിടെ വന്നിരുന്നാണ് പ്രാർത്ഥിച്ചതും. യേശുക്രിസ്തു തന്റെ ഏകാന്തതയുള്ള നിമിഷങ്ങളിലെല്ലാം, അതായത് ദൈവത്തിനോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു കൂടുതൽ സമയവും വന്നിട്ടുള്ളതും ഈ ഗെത്സമന തോട്ടത്തിൽ തന്നെയാണ്. അപ്പം ഇതാണ് ഈ പള്ളി പോലെ പണിതിരിക്കുന്ന സ്ഥലമാണ് യേശുക്രിസ്തു ഇരുന്ന് പ്രാർത്ഥിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പം അതിനകത്ത് നമുക്ക് കടന്നു ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്രെയർ വല്ലതും നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കിടന്ന് സംസാരിക്കാൻ എനിക്ക് നിർവാഹമില്ല. കാരണം അവിടെ നമ്മൾ സൈലന്റ് ആയിരിക്കണമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കടക്കുന്ന സമയത്ത് എനിക്ക് എക്സ്പ്ലനേഷൻ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് നിങ്ങളത് കാര്യമാക്കരുത്. ഞാൻ അതിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് കിടന്നിട്ട് സംസാരിക്കാതിരുന്നത് അവിടെ പ്രെയർ നടക്കുന്നത് കൊണ്ടാണ്. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു മല പോലെ ഇരുന്ന സ്ഥലമാണ് പള്ളി പോലെ പണിതത്. ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. മലയുടെ ആ ഭാഗം അത് തന്നെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ആ തോട്ടത്തിൻ്റെതായ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മരങ്ങളൊന്നും തൊടാൻ അനുവദിക്കുന്നില്ല. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള മരമാണ് ഈ ഒലിവ് മരം. ശ്രീഹ ഇവിടെ ഗെത്സമന തോട്ടത്തില് യേശുക്രിസ്തു ഇരുന്ന് പ്രാർത്ഥിച്ച
ഒരു കല്ലിൻമുറത്തിരുന്ന് പ്രാർത്ഥിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ട്. ഒരു പിക്ചർ അവിടെ കല്ലിനകത്ത് തന്നെ കൊത്തിവെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. യേശുക്രിസ്തു ഒരു കല്ലിനകത്ത് കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് ഈ കല്ലിൻ പുറത്താണ് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതാണ് ഗെത്ശമന തോട്ടം എന്ന്. ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഗെത്ശമന തോട്ടം എല്ലാവരും കണ്ടല്ലോ. ഈ തോട്ടത്തിലാണ് എന്റെ യേശുവപ്പച്ചൻ എന്താ പറയുന്നത്, രക്തം വീർപ്പ് തുള്ളികളായി വീഴത്തക്കവണ്ണം കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചത് ഈ തോട്ടത്തിൽ വെച്ചാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ദൂതന്മാരെ ഇറങ്ങി വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചതൊക്കെ ഈ തോട്ടത്തിൽ വെച്ചാണ്. അപ്പം അതിന്റെ മഹനീയമായ ഒരു നല്ലൊരു മുഹൂർത്തമാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത്. അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോഴും ദൈവത്തിന്റെ പീഡാസഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് ഓർമ്മയായിരിക്കണം. എത്രമാത്രം കഷ്ടത സഹിച്ചിട്ടാണ് നമുക്ക് നിത്യജീവനെ തന്നെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുവാനും കൂടി കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരുടെയും ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വളരാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ബൈ.